guys, welcome back to my channel. Now again ഇന്നൊരു bare face video ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നാട്ടിലാണ്. Consecutive ആയിട്ട് 3 days എനിക്ക് ലീവ്സ് കിട്ടി. സെക്കൻഡ് സാറ്റർഡേ, സൺഡേ, മൺഡേ വിഷു ആണ്. നാളെ വിഷു ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു നാട്ടിലേക്ക് വരാൻ. കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് എന്തായാലും വരണം. ഈസ്റ്റർ ആണ്. ഗുഡ് ഫ്രൈഡേ, മോണ്ടി തേഴ്സ്ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ വിചാരിച്ചതായിരുന്നു എന്തായാലും നാട്ടിൽ വരുന്നു. പക്ഷേ ഈ വീക്കും ഈ പറഞ്ഞ പോലെ 3 ദിവസം ലീവ് ഉണ്ടല്ലോ. അപ്പം അവിടെ വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഒരു ട്രാവൽ സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ സംഭവം ഇപ്പോൾ കോഴിക്കോടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ടാൻ ഒക്കെ ആവുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള നിറം ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ടാൻ ആയി പെട്ടെന്ന് കറക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിൽ അറിയാലോ, എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ട്രാവൽ സ്കിൻ കെയർ റൂട്ടീനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ഡെമോവും കാണിക്കുന്നുണ്ട്. ബിക്കോസ് പ്രോഡക്ട്സ് പ്ലസ് ഡെമോ ആണ്. പ്രോഡക്ട്സിൻ്റെ ഓരോ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഒന്നുമില്ല. റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സെപ്പറേറ്റ് റിവ്യൂ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ടോണർ കം റോസ് വാട്ടർ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ, ഇത് വന്നിട്ട് കാമ ആയുർവേദൻ്റെ പ്യോർ വെറ്റീവോ വാട്ടർ ആണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ടോണർ യൂസ് ചെയ്യാം. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോണർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്യോർ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് ഫേസിൽ സ്പ്രേ ചെയ്യാണ്. ബിക്കോസ് ഇതൊരു സ്പ്രേ മോഡൽ സംഭവമാണ്. ഓക്കെ, ഇവരുടെ എല്ലാ പ്രോഡക്ട്സും ഒരു കൈൻഡ് ഓഫ് ആയുർവേദിക് സ്മെല്ലാണ്. ഈ ടോണറിനും വരെ ഒരു ആയുർവേദിക് സ്മെല്ലാണ്. ബട്ട് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്കൊരു കോട്ടൺ ബോൾ, ആസ് യൂഷ്വൽ ഒരു കോട്ടൺ ബോൾ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. അപ്പോൾ അത് നല്ലൊരു ഫേസ് വാഷ് ആയിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, എല്ലാവരും ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു അപ്ഡേറ്റഡ് സ്കിൻ കെയർ റൂട്ടീനാണ്, അപ്ഡേറ്റഡ് സമ്മർ സ്കിൻ കെയർ റൂട്ടീനാണിത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് സെയിൻറ്റ് ഡിവൻസിൻ്റെ ടീ ട്രീ ഫേസ് വാഷാണ്. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്. ഇത് ടീ ട്രീ ഫ്ലേവറിലുള്ള ഒരു ഫേസ് വാഷാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഹാർഡ്ലി ഒരു 7 or 8 days അത്രയായിട്ടേ ഉള്ളൂ. ഒരു ടീ ട്രീൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു കഫ് സിറപ്പിൻ്റെ ഒക്കെ സ്മെല്ലാണ്. ബട്ട് നല്ല പ്രോഡക്റ്റാണ്. എനിക്ക് ഇത് ജസ്റ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ വേറെ വീഡിയോനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൺസ് ഇൻ എ ഡേ മാക്സിമം 1 or 2 times നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതിയാവും. വല്ലാണ്ട് അങ്ങോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്ത് അപ്പം തന്നെ വിയർക്കാനൊക്കെ തുടങ്ങി. ചൂടൊരു രക്ഷയുമില്ല സീരിയസ്ലി. ഒന്നാമത് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഫാൻ ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഇടാണ്ട ഒരു ക്ലോസ്ഡ് റൂമിലാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ചൂടാണ്. ഇപ്പം തന്നെ വിയർക്കാനൊക്കെ തുടങ്ങി ഇവിടെയൊക്കെ. എനിവേസ്, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടാൻ റിമൂവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലമാവ്, തൈര്, അല്ലെങ്കിൽ ഓട്സ്, പാല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ടാൻ റിമൂവൽ. പക്ഷേ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊരു സംഭവം ആയതുകൊണ്ട് ഞാനൊരു ഫേസ് പാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫേസ് പാക്ക്. നമ്മുടെ ഫേസ് വാഷിൻ്റെ അതേ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ മുൾട്ടാനി മിട്ടി ലോഷൻ വിത്ത് നാച്ചുറൽ റോസ് വാട്ടർ. ഇതിനകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് പീൽ, ഹൽദി, ലിക്കോറൈസ്, കേസർ, റോസ് വാട്ടർ, മുൾട്ടാനി മിട്ടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് അറിയില്ല. ഞാനിത് സ്മിട്ടനിൽ ഓർഡർ ചെയ്തതാണ്.
ഇവരുടെ ഫേസ് വാഷും ഈ ഒരു പാക്ക് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു പാക്കിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത് പർച്ചേസ് ചെയ്തതാണ്. അത് മാത്രമല്ല ഇവർക്ക് കുറേ ഇതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. ഇവർക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇനിയും എനിക്ക് ഇവരുടെ പ്രോഡക്ട്സ് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. എന്തായാലും സ്മിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രോഡക്ട്സ് ഉണ്ട്, നൈക്കയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം ഓയിലി സ്കിന്നാണ്, എനിക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓയിലി മാത്രമല്ല, എനിക്ക് കുറച്ച് സെൻസിറ്റീവ് സ്കിന്നുമാണ്. അപ്പോൾ എനിക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യാണ്, കുറച്ചെടുത്താൽ മതി. കാരണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ ഒരുപാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓയിൽ സ്കിന്നിനാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഡ്രൈ സ്കിന്നിന് മുൾട്ടാണി മിട്ടി തേച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡ്രൈ ആവുകയല്ലേ ഉള്ളൂ. നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്രാവശ്യത്തെ ഞാൻ സാധാരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാറുള്ളതാണ്, ലൈക്ക് ഔട്ട്ഫിറ്റ്സിൻ്റെ വീഡിയോ. പക്ഷെ ഇപ്രാവശ്യം ഒന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, ഒക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ പെട്ടെന്നുള്ളൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇപ്രാവശ്യം. ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ഇപ്പം എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ എത്തും എന്നാണ് വിചാരിച്ചത്. രാവിലെ തന്നെയാണ് എത്തിയത്, പക്ഷെ വെയിലാവണതിന് മുന്നേ എത്തുന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ 10:30 ആ സമയമാണ്. ആ സമയത്തൊന്നും ചൂട് എടുക്കാൻ വയ്യ, ഭയങ്കര ചൂടായിപ്പോയി. അതുകൊണ്ട് രാവിലെ ഞാൻ സൺസ്ക്രീൻ ആണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല, നമ്മൾ വെയിലാവണതിന് മുന്നേ എത്തും എന്ന് വിചാരിച്ചിട്ട്. ഇത്രയും പ്രോഡക്റ്റ് മതി. ഇതങ്ങനെ സ്കിൻ ഇറിറ്റേഷൻ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന്. ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമാവുക ചെയ്തത്. കാരണം അങ്ങനെ സ്കിന്നിന് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് പ്രോപ്പർ മുൾട്ടാണി മിട്ടീൻ്റെയും റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങണം നന്നായിട്ട്. അപ്പോൾ ഉണങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യണം എന്നാണ് പറയാറ്. കാരണം എന്താ വെച്ചാൽ അത്രയും ഹ്യൂമിഡാണ് ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അരോമ മാജിക്കിൻ്റെ ക്യാരറ്റ് സൺസ്ക്രീൻ ലോഷനാണ്. ഇതാണ് സംഭവം. ഇത് പറയുകയാണെങ്കിൽ SPF 20 ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വളരെ സേഫ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പലരും പറയാറുണ്ട് ന്യൂട്രോജന, ലോട്ടസ് ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ്. എനിക്ക് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ ഡെഫിനറ്റ് ആയിട്ടും വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഫേസിൽ, കയ്യിൽ, കാലിലൊക്കെ അപ്ലൈ ചെയ്യാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്തോടൊക്കെ പോകുമ്പോൾ കാലിലൊക്കെ വെയിൽ കൊള്ളുള്ളൂ, കാലൊക്കെ ടാൻ ആവും. അപ്പോൾ നമ്മൾ ഫേസ് മാത്രം എപ്പോഴും നോക്കി നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനൊരു റിവ്യൂ വീഡിയോ ഇടാം. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ലിപ് ബാം. ദിസ് ഈസ് ഹിമാലയ ലിപ് ബാമാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ലിപ് ബാമാണിത്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ യൂസ് ചെയ്തിട്ട് എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ഈ പ്രോഡക്ട്സിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ അറിയിക്കുക. ഒന്നുകിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.